കേരളത്തിൽ വീണ്ടും ഇടതുപക്ഷം അധികാരത്തിൽ വരുമെന്നും മുഹമ്മദ് റിയാസ് മുഖ്യമന്ത്രിയാകുമെന്നും പരോക്ഷമായി സൂചിപ്പിച്ച് എഴുത്തുകാരൻ എം മുകുന്ദൻ. ഒരു വാരികയിലെ അഭിമുഖത്തിന് ഇടയിലാണ് മുകുന്ദന്റെ ഈ പരാമർശം. ആര് മുഖ്യമന്ത്രിയാകുമെന്ന ചോദ്യത്തിന് ചിന്തകനായ നോസ്ട്രഡാമസുമായുള്ള സംവാദത്തിലൂടെയാണ് മുകുന്ദന്റെ വാക്കുകൾ. അടുത്ത മുഖ്യമന്ത്രി ആരാകുമെന്ന ചോദ്യത്തിന് നോസ്ട്രഡാമസ് മാ രു എന്ന് പറഞ്ഞുവെന്നാണ് മുകുന്ദന്റെ മറുപടി. ഇതേക്കുറിച്ചുള്ള കൂടുതൽ പ്രതികരണത്തിന് മാതൃഭൂമി ന്യൂസ് ശ്രമിച്ചിരുന്നു. പക്ഷേ എം മുകുന്ദൻ ഒഴിഞ്ഞു മാറുകയായിരുന്നു. സ്വപ്നത്തിൽ കണ്ടതാണ് നോസ്ട്രഡാമസിനെ. ഒരറിയിപ്പുണ്ട്, പുറത്തിരിക്കിയ പുസ്തകശാലകൾ ചരിത്രം പറയുന്ന ഒരു പുസ്തകം വിൽപ്പനയ്ക്കുണ്ട്. കോഴിക്കോട് നിന്ന് മുഹമ്മദ് ഷഹീദും CK വിജയനും ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ആദ്യം ഷഹീദിലേക്ക് പോകാം, അത് കഴിഞ്ഞ് അവലോകനത്തിലേക്ക്. ഷഹീദ് തന്നെ ചോദിച്ചത് ഞാൻ കേട്ടു, ഇത് സ്വപ്നമായിരുന്നോ അതോ ആഗ്രഹമായിരുന്നോ എന്ന് എന്തെങ്കിലും പറഞ്ഞോ? തീർച്ചയായും അദ്ദേഹം ഒന്നും പറയാൻ തയ്യാറായില്ല, അതേക്കുറിച്ച് പ്രതികരിക്കാൻ തയ്യാറായില്ലെന്ന് മാത്രമല്ല വായ കൊണ്ട് മുഖം അദ്ദേഹം പൊത്തിപ്പിടിച്ച് ആ രീതിയിൽ ഞാനൊന്നും മിണ്ടുന്നില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം പോവുകയായിരുന്നില്ല. വടകരയിൽ ഒരു KPSCയുടെ ഒരു പരിപാടിയിൽ, ഇടതുപക്ഷ സംഘടനയായ KPSCയുടെ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടിയാണ് അദ്ദേഹം അവിടെ എത്തിയത്. അപ്പോഴാണ് ഞങ്ങൾ പ്രതികരണം ആരാഞ്ഞത്. ഇത് ഏത് ഭാവനയിൽ നോസ്ട്രഡാമസ് എന്ന് പറഞ്ഞാൽ ഫ്രാൻസിലെ ഒരു 16-ാം നൂറ്റാണ്ടിലെ ഒരു ചിന്തകനും പ്രവാചകനുമായി, ഭാവി പ്രവചിക്കുന്ന പ്രവാചകനായൊക്കെ അറിയപ്പെടുന്ന ആളാണ്. രണ്ടാം ലോക മഹായുദ്ധം, ഹിറ്റ്ലറുടെ മുന്നേറ്റം, അങ്ങനെ തുടങ്ങി പല കാര്യങ്ങളും പ്രവചിച്ചിരുന്നു എന്ന് ചരിത്രത്തിലൊക്കെ പറയപ്പെടുന്ന ഒരാളാണ് നോസ്ട്രഡാമസ് എന്ന ഒരു ചിന്തകൻ. അദ്ദേഹത്തെ കണ്ടു, അങ്ങനെയാണ് ആ അഭിമുഖത്തിൽ അദ്ദേഹം വിശദീകരിക്കുന്നത്. അദ്ദേഹത്തെ ഞാൻ കണ്ടു, പല കാര്യങ്ങളും ചോദിക്കാനുണ്ടായിരുന്നു. 2026 ഇടതുപക്ഷം അധികാരത്തിൽ വരുമോ എന്ന് ചോദിച്ചു. അതിനുള്ള മറുപടിയായാണ് അദ്ദേഹം, ഈ പ്രവാചകൻ നോസ്ട്രഡാമസ് ഇങ്ങനെ പറഞ്ഞതായി ആ ലേഖനത്തിൽ, ആ അഭിമുഖത്തിൽ പറയുന്നത്. മു എന്ന് ആദ്യം അങ്ങനെ ഒരു വാക്ക് പറയുന്നു. അപ്പോൾ അതാരാണെന്ന് മുകുന്ദൻ തിരിച്ചു ചോദിക്കുന്നു. അപ്പോൾ മറുപടിയായി മാ എന്ന് പറയുന്നു. അപ്പോൾ ഒന്നുകൂടി തെളിച്ചു പറയൂ എന്ന് മുകുന്ദൻ വീണ്ടും ചോദിക്കുമ്പോൾ രു എന്ന് പറഞ്ഞു എന്നാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. ഈ തരത്തിലാണ് ഈ അഭിമുഖത്തിൽ മുകുന്ദൻ്റെതായി പരാമർശം വന്നത്. ഇതെന്താണ്, പ്രശ്നോത്തരിയോ എന്ന് ഞാൻ മുകുന്ദൻ തിരിച്ചു ചോദിച്ചു. അപ്പോൾ ഈ ചോദ്യം ആവർത്തിച്ചെങ്കിലും പ്രവാചകന്റെ തൊണ്ടയിൽ നിന്നും ശബ്ദം പുറത്തു വന്നില്ല. അദ്ദേഹം നിശബ്ദനായി. പ്രവാചകന്മാർക്ക് പ്രവചിക്കാനുള്ള ഭാഷ പോലും നിഷേധിക്കപ്പെടുകയാണോ എന്ന് കൂടി മുകുന്ദൻ ഈ അഭിമുഖത്തിൽ ചോദിക്കുന്നുണ്ട്. അത് തികച്ചും കൃത്യമായ രീതിയിലുള്ള, നമുക്ക് സമകാലിക രാഷ്ട്രീയം വിശദീകരിക്കുമ്പോൾ, അത് വിശകലനം ചെയ്യുമ്പോൾ കൃത്യമായ രീതിയിലുള്ള ഒരു രാഷ്ട്രീയ ഒരു അഭിപ്രായ പ്രകടനം അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു. അത് നോസ്ട്രഡാമസ് എന്ന ചിന്തകനെ കൂട്ടുപിടിച്ച് വളരെ കൗശലത്തോടു കൂടി അദ്ദേഹം ആ പേര് പറഞ്ഞു വെക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ആ തലത്തിലാണ് ഈ അഭിമുഖത്തിൻ്റെ അവസാന ഭാഗത്തിൽ അദ്ദേഹം ഇക്കാര്യം വിശദീകരിക്കുന്നത്. ഇതേക്കുറിച്ച് രാഷ്ട്രീയം, അത് ഞാൻ ഈ ബൈറ്റിന് ശ്രമിക്കുന്നതിന് മുമ്പ് അദ്ദേഹവുമായി സംസാരിച്ചിരുന്നു. ഞാൻ രാഷ്ട്രീയം ഒന്നും ഇനി പറയുന്നില്ല, തൽക്കാലത്തേക്ക് പറയുന്നില്ല എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം വിശദീകരിച്ചു. അതിനിടയിലാണ് ഞാൻ ഈ നോസ്ട്രഡാമസിനെ കുറിച്ച് ചോദിക്കുന്നത്. അദ്ദേഹം അപ്പോൾ അദ്ദേഹത്തിൻ്റെ വായ കൈകൊണ്ട് അമർത്തിപ്പിടിച്ച് കടന്നു പോവുകയാണ്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ അതാണ് കാണുന്നത്.